നമസ്കാരം. പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ശനിയുടെ വക്രഗതി മാറി നേർഗതിയിലേക്ക് വന്നപ്പോൾ കണ്ടക ശനിയുടെ കാഠിന്യം വർദ്ധിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. അവരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കണ്ടക ശനി എന്നത് ജ്യോതിഷപ്രകാരം ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 1, 4, 7, 10 എന്നീ ഭാവങ്ങളിലൂടെ ശനി സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇത് സാധാരണയായി 2.5 വർഷം നീണ്ടു നിൽക്കും. ഇത് സാമ്പത്തിക നഷ്ടങ്ങൾ, മാനസിക സമ്മർദ്ദം, ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ, കുടുംബ കലഹങ്ങൾ തുടങ്ങിയ ദോഷഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ക്ഷേത്ര ദർശനം, ശനി മന്ത്രങ്ങൾ ജപിക്കുക, എള്ളെണ്ണ ദീപം തെളിയിക്കുക തുടങ്ങിയ പരിഹാരങ്ങളിലൂടെ ഇതിന്റെ കാഠിന്യം കുറയ്ക്കാം. കണ്ടകശനി മൂലം അനുഭവപ്പെടുന്ന ദോഷങ്ങൾ: സാമ്പത്തിക പ്രതിസന്ധികൾ, ധനനഷ്ടം, തൊഴിൽ തടസ്സങ്ങൾ, ജോലി നഷ്ടപ്പെടൽ, കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ, വഴക്കുകൾ, മാനസിക സമ്മർദ്ദം, കലഹങ്ങൾ, പലപ്പോഴും ഭാഗ്യം തട്ടിപ്പോകുന്നു എന്ന് തോന്നുക, ആത്മീയ കാര്യങ്ങളിൽ തടസ്സങ്ങൾ, അപകടങ്ങൾ, അപമാനങ്ങൾ, സ്ഥാനഭ്രംശം എന്നിവയാണ്. ഇതിന് പരിഹാരമായി ശനീശ്വര ക്ഷേത്രങ്ങൾ, ശാസ്താ ക്ഷേത്രങ്ങൾ, ഹനുമാൻ സ്വാമി ക്ഷേത്രങ്ങൾ എന്നിവ സന്ദർശിക്കുക. ശബരിമല ദർശനം വളരെ ഗുണകരമാണ്. വഴിപാടായി ചെയ്യേണ്ടത് എള്ളെണ്ണ വിളക്ക്, എള്ളുകിഴി, എള്ളുപായസം, വെറ്റിലമാല, അവൽ നിവേദ്യം എന്നിവ സമർപ്പിക്കാം. ഇനി ശനിയുടെ വക്രഗതി മാറി നേർഗതിയിലേക്ക് വന്നപ്പോൾ കണ്ടക ശനിയുടെ കാഠിന്യം വർദ്ധിക്കുന്ന നക്ഷത്രക്കാർ ഏതെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ രാശി മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശിയിലെ മകയിരം നക്ഷത്രത്തിന്റെ അവസാന 2 പാദം, തിരുവാതിര, പുണർദത്തിന്റെ ആദ്യ 1/4 ഭാഗവും ഉൾപ്പെടുന്ന മിഥുനൻ രാശിക്കാർക്ക് 10ാം ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്നതിനാൽ കർമ്മരംഗത്ത് പലവിധ ബുദ്ധിമുട്ടുകളെയും അഭിമുഖീകരിക്കേണ്ടി വരും. നമുക്ക് വന്നു ചേരേണ്ട ഭാഗ്യാനുഭവങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ്. രോഗാവസ്ഥകളും അലച്ചിലുകളും ഉണ്ടായേക്കാം. കർമ്മരംഗത്ത് മേലധികാരിയുമായി, സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ജോലിസ്ഥലത്ത് പലവിധ ബുദ്ധിമുട്ടുകളെയും അഭിമുഖീകരിക്കേണ്ടി വരും. ചെയ്യുന്ന പ്രവർത്തികളെല്ലാം മന്ദത അനുഭവപ്പെടുന്നതാണ്. ദൈനംദിന പ്രവൃത്തികൾക്ക് ചില തടസ്സങ്ങൾ അനുഭവപ്പെടാനിടയുണ്ട്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടുന്നതിനും തന്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിക്കുന്നതിനും ഇടയാകും. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾക്കും വന്നു ചേരുന്നതാണ്. അമ്മയുടെയും പങ്കാളിയുടെയും ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതായി വരും. വിദ്യാർത്ഥികളുടെ പഠനകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായി വരുന്നതാണ്. പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും നല്ല ശ്രദ്ധ ചെലുത്താൻ മുന്നോട്ട് പോകേണ്ടതായി വരും. ദൂരദേശ യാത്രകൾ അതീവ ശ്രദ്ധാലുക്കളാകേണ്ടത് ആയി വന്നിരിക്കും. ഡിസംബർ 5 വരെ വ്യാഴം 2ാം ഭാവത്തിൽ സഞ്ചരിക്കുകയും മിഥുന രാശിയുടെ 6, 8, 10 ഭാവങ്ങളിലേക്ക് വ്യാഴത്തിന് ദൃഷ്ടിയുള്ളതായി കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറഞ്ഞിരിക്കും. അതിനുശേഷം കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അടുത്ത രാശി കന്നിരാശിയാണ്. കന്നിരാശിയിലെ ഉത്രം നക്ഷത്രം 1/4 ഭാഗവും അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് 5ഉം 6ഉം ഭാവാധിപത്യം വഹിക്കുന്ന ശനി 7ാം ഭാവത്തിൽ കണ്ടകനായി വരുന്നു. 2025 മാർച്ച് 29 മുതൽ കന്നിരാശിക്കാർക്ക് കണ്ടക ശനി ആരംഭിച്ചിരിക്കുന്നതാണ്. എന്നാൽ ജൂലൈ മാസത്തിലെ വക്രഗതി മൂലം കാഠിന്യം കുറവായിരുന്നു. ഇതുവരെ കന്നിരാശിക്കാർക്ക് ഇപ്പോഴുള്ള അവസ്ഥയിൽ മറ്റുള്ളവരുടെ സഹായങ്ങൾ ലഭിച്ചും സ്വത്ത് ലഭിക്കാനും ധാരാളം നല്ല അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ നവംബർ 28 മുതൽ കുറച്ച് ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതുണ്ടായിരുന്നു. കടബാധ്യതകൾ വർദ്ധിക്കുവാനും മറ്റുള്ളവരുടെ ശല്യം സഹിക്കാതെ വരാനും ശത്രുശല്യം വർദ്ധിക്കാനും രോഗാവസ്ഥകൾ അലട്ടാനും ദമ്പതികൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ ചേർന്നു പോകാത്ത അവസ്ഥകൾ സംജാതമാകും. സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്കും സന്താനങ്ങൾ നിമിത്തം ചില അരിഷ്ടതകൾ ഉണ്ടാകാനും ഇടയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതാണ്. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതാണ്. ദൂരദേശ യാത്രകളിലും ശ്രദ്ധയുണ്ടാകണം. ഡിസംബർ 5 വരെ വ്യാഴം 11ാം ഭാവത്തിൽ അനുകൂലമായിട്ടുള്ളത് കൊണ്ട് ആശ്വാസമുണ്ടാകും. എന്നാൽ അതിനുശേഷം വ്യാഴം 10ാം ഭാവത്തിലും ശനി 7ാം ഭാവത്തിലും നേർഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ആ സമയമാകയാൽ അത്യധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കുടുംബത്തിൽ സമാധാനക്കുറവ് അനുഭവപ്പെടുന്നതാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞു തന്നെ നിൽക്കും. പലവിധ വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായി വരും. അടുത്ത രാശി ധനുരാശിയാണ്. ധനുരാശിയിലെ മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ 1ാം പാദം ഉൾപ്പെടുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 2ഉം 3ഉം ഭാവാധിപനായി ശനിയുടെ 4ാം ഭാവത്തിൽ സംക്രമിക്കപ്പെടുന്നത്
എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ നേരിടാൻ ഇടയുണ്ട്. നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോകേണ്ടതാണ്. എല്ലാ കാര്യത്തിലും നല്ല കരുതൽ ഉണ്ടാകണം. ധനം, വാക്ക്, കുടുംബം എന്നീ കാര്യങ്ങൾ നല്ല കരുതലുകൾ ഉണ്ടാകണം. സുഹൃത്തുക്കളുമായി ഇടപഴകുമ്പോഴും പ്രകടിപ്പിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധാലുക്കളായിരിക്കണം. മാനസികമായ ബുദ്ധിമുട്ടുകൾ അലട്ടാനിടയുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികളും കർമ്മ മേഖലയിലും പലവിധ തടസ്സങ്ങളും മാനസിക സന്തോഷങ്ങളും കുറവ് വരാനും സാധ്യത ഉള്ള സമയമാണ്. എല്ലാ കാര്യത്തിലും തടസ്സങ്ങൾ നേരിടുന്നതിനാൽ ധന ഇടപാടുകളും രേഖകൾ കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. വസ്തു, വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് പലവിധ പ്രയാസങ്ങൾ നേരിടുന്നതാണ്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സഹോദരങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഒരു ധൈര്യക്കുറവ് അനുഭവപ്പെടുന്നതാണ്. ആത്മവിശ്വാസക്കുറവും അനുഭവപ്പെടാം. താൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങൾക്കും കാലതാമസം നേരിടുന്നതാണ്. ഏതു കാര്യം ചെയ്യുമ്പോഴും അനുഭവജ്ഞാനമുള്ളവരും മുതിർന്നവരുമായ ആൾക്കാരുടെ തീരുമാനങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകണം. ശരീരത്തിന് ക്ഷീണം, പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു ആലസ്യം പ്രകടമാകുന്നു. എല്ലാ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധ പുലർത്തണം. ചുരുക്കി പറഞ്ഞാൽ മിഥുനം കൂറുകാരും കന്നിക്കൂറുകാരും ധനുക്കൂറുകാരും 2025 നവംബർ 28 മുതൽ കണ്ടകശനിയുടെ കാഠിന്യം വർദ്ധിച്ചു വരുന്നു. വളരെയധികം ശ്രദ്ധാലുക്കളായി ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി ചെയ്തും ക്ഷേത്രങ്ങളിൽ പരിഹാരമായി പറഞ്ഞ കാര്യങ്ങൾ അതീവ ജാഗ്രതയോടെ ചെയ്തും നിങ്ങളെ ബാധിച്ചിരിക്കുന്ന കണ്ടകശനിയുടെ കാഠിന്യം കുറയ്ക്കാനും നേർഗതിയിലേക്ക് നയിക്കാനും അത് സഹായകമാകും. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.